നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അലക്കി അലക്കി നടു ഒടിഞ്ഞു. ഇങ്ങനൊരു ദുർവിധി ഉണ്ടോ കേരളത്തിലെ ഏതെങ്കിലും അമ്മായിയമ്മമാർക്ക്? മറ്റുള്ള അമ്മായിയമ്മമാര് അവരവരുടെ മരുമക്കളെ എടുത്തിട്ട് പൊരിച്ച് ജീവിക്കുമ്പോ ഇവിടുത്തെ മരുമകള് പ്രതാപിയായ ഈ അമ്മായിയമ്മ എടുത്തിട്ട് അലക്കുന്നു. ഇതിനൊരു പരിഹാരം എന്തോന്നാ ഭഗവാനെ? ഒരു ഐഡിയ ഉണ്ട്. എന്റെ നാത്തോൻ വർഗത്തിലും മരുമകളും നാത്തോനും ഒക്കെ ഒരുപോലെ വിഷപ്പാമ്പുകളാണെങ്കിലും വിഷം അല്പം കൂടുതലാണെങ്കിലും ഇവിടെക്കാളും ഭേദം അവള്. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരൂ അവള്. സാവിത്രി. ഹലോ സാവിത്രി. എന്തൊരു ആത്മബന്ധ, എന്തൊരു മനപ്പൊരുത്തം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്റെ ഇന്ദ്രജെ, ഞാൻ ആകെ മടുത്തു. കാക്ക കുത്തുന്ന ജീവിതമായിട്ട് മാറുക എന്റേത്. എന്താ സാവിത്രി, കാര്യം പറ. ആ മീനാക്ഷിയെ കൊണ്ട് ഞാൻ സഹി കെട്ടു. അവളുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. എന്താ ഉണ്ടായിന്ന് പറ. അമ്മായിയമ്മ പീഡനം. എന്റെ മരുമകളായി വന്നവള് എന്നെ എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കുക. നിനക്കത് വേണം. നിന്റെ മകൻ ചെറുതായിട്ടൊന്നുമല്ല എന്റെ കുഞ്ഞിനെ നാണം കെടുത്തിയത്. പിന്നെ അവളും അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുക. ഹലോ ഇന്ദ്രജെ. ദേ, ഞാനിപ്പോ അലക്കലിനടുത്ത് എന്നാ സംസാരിക്കുന്നേ. തുണി അലക്കുക. എന്നെ കൊണ്ട് അവള് തുണി അലക്കിക്കുക. അതെന്താ തുണികൾ അലക്കുന്നേ? അവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ലേ? വാഷിംഗ് മെഷീനൊക്കെ അവൾ കേടാക്കി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി. ദേ, അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്ദ്രജെ. ആ വീഡിയോ നശിപ്പിക്കണം. ആ വീഡിയോ നശിപ്പിക്കാതെ എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ദേ, വീട്ടുവേല ചെയ്ത് ചെയ്ത് എന്റെ കൈയും കാലും നടു ഒടിഞ്ഞു. ദേ സാവിത്രി വിഷമിക്കണ്ട. അതിനുള്ള പണികളൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു. ഞാൻ സാവിത്രി പറയുന്നത്. സാവിത്രി മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. സാവിത്രിയുടെ പ്രശ്നങ്ങൾ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ തന്നെയാ. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഞാൻ അതിന്റെ പരിഹാരവും കണ്ടെത്തി കഴിഞ്ഞു. എങ്ങനെ? ആ സ്ത്രീ വന്നെന്ന് തോന്നുന്നു. ഈ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ദ്രജയെ വിളിക്കാം. ഓക്കെ ഓക്കെ. ദേ വരുന്നേ.
സമയം പാഴാക്കി കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പഴയ പരിചയക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം ഉണ്ടാക്കി കളയാന്ന് ഞാൻ കരുതി. ദേ കഴിച്ചു നോക്ക്. എനിക്ക് കേസരി ഇഷ്ടമെന്ന് ഗിരി എങ്ങനെ അറിഞ്ഞു? അതെന്തു ചോദ്യാടോ താൻ ചോദിക്കുന്നത്? തന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് അറിയാടോ. അല്ല, ഞാനുണ്ടാക്കിയ പലഹാരത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തിത്ര പറയാനിരിക്കുന്നു? നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. താങ്ക് യു ഗിരി. യു വെൽക്കം. പരിപ്പ് വടയാണ് നന്ദിനിക്ക് ഇഷ്ടമെന്ന് ജയറാം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് തോന്നി. താൻ പറയണത് കള്ളമാണെന്ന് തന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അമ്മയോട് ചോദിച്ചു. അമ്മയാ പറഞ്ഞു തന്നത് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണെന്ന്. ജയറാം എന്തിനാ നുണ പറഞ്ഞെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനുണ്ടാക്കിയ പലഹാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഞങ്ങൾക്ക് വേണ്ട. ജയറാമിനോ? അച്ഛൻ വിഷമിക്കാതെ. അമ്മ അച്ഛനോട് ഇഷ്ടമില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. മുത്തശ്ശിയുടെ ഈ മൈൻഡൊക്കെ മാറും അച്ഛാ. മുത്തശ്ശി ലേശം പേടിച്ചിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പിണങ്ങി നിൽക്കാതെച്ചാ. അമ്മയെ വളയ്ക്കാൻ നമുക്ക് ചില പുതിയ വഴികൾ കണ്ടെത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.